15-ാം വയസ്സിൽ എൻഗേജ്മെന്റ്, 18 കഴിഞ്ഞ ഉടനെ കല്യാണം, വയസ്സ് 23 ആയപ്പോഴേക്കും 3 മക്കളുടെ മാതാവ്. ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഷഹലാന ഇഷാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 15-ാം വയസ്സിൽ ഷഹലാനയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരു 15 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവമെങ്കിലും വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആ സമയത്തൊക്കെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ കല്യാണം കഴിക്കേണ്ടി വരുന്ന കുറെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി. ഞാനൊക്കെ 10നും പ്ലസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ കല്യാണത്തിനൊക്കെ കൂടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു 2010-നൊക്കെ ശേഷം ഈ പ്രവണത സിഗ്നിഫിക്കന്റ്ലി കുറയുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ പോലും പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടാൻ തുടങ്ങിയതോടെ ഈ 15-ലും 16-ലും ഒക്കെ കല്യാണം കഴിപ്പിക്കുന്ന സമ്പ്രദായം നിന്നതായിരുന്നു. പക്ഷെ എന്നാലും പെൺകുട്ടികൾക്ക് 18 വയസ്സ് തികയുന്ന ഉടനെ കല്യാണം നടത്തുന്ന കുറെ വീട്ടുകാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ 15-ാം വയസ്സിൽ എൻഗേജ്മെന്റ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാലത്ത് അധികം കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്. ഷഹലാനക്ക് ഇപ്പം 23 വയസ്സെങ്ങാനുമായി കാണും. സോ 15 വയസ്സെന്ന് പറയുമ്പോൾ ഒരു 2018 കാലഘട്ടമൊക്കെ ആയിരിക്കും. അധിക കാലമൊന്നും ആയിട്ടില്ല. ഇതിപ്പോ 2010-ഓ 12-ഓ ഒക്കെ ആയിരുന്നെങ്കിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2018 എന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ച സമയമാണ്. എന്നിട്ടും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഷഹലാനയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിക്ക് ഇതേപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻഗേജ്മെന്റോ കല്യാണമോ ഒക്കെ കഴിയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. കാരണം അവൾ കുട്ടിയാണ്, കളിച്ച് നടക്കേണ്ട പ്രായമാണ്, അല്ലേ? പക്ഷെ നിർഭാഗ്യവശാൽ 15-ാം വയസ്സിൽ നമ്മുടെ ഷഹലാനയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അവൾ കുട്ടിയാണെന്നുള്ള പരിഗണന അവളുടെ വീട്ടുകാർ നൽകിയില്ല. അതിന് ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയില്ല കേട്ടോ. കാരണം 15-ാം വയസ്സിൽ എൻഗേജ്മെന്റ് ചെയ്യേണ്ടി വന്നത്, 18-ാം വയസ്സിൽ കല്യാണം കഴിക്കേണ്ടി വന്നത് അവളുടെ കുറ്റം കൊണ്ടൊന്നുമല്ലല്ലോ. അവളുടെ മാതാപിതാക്കളെ മാത്രം ഇതിനെ കുറ്റപ്പെടുത്താനാകൂ. എന്തായാലും തന്റെയും ഭർത്താവിന്റെയും പ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് ഷഹലാന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് തരാമെന്ന് കണ്ടോക്കാം. കുറച്ചു മുമ്പ് ട്രെൻഡായ ഒരു പരിപാടിയായിരുന്നത്, അല്ലേ? ആ സമയത്ത് ഇതുപോലെ കുറെ വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ 16-ലും 17-ലും ഒക്കെ കല്യാണം കഴിച്ചതോ പ്രണയം തുടങ്ങിയതും ഒക്കെ ആയിട്ടുള്ള കുറെ ആളുകളുടെ റീൽ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നാണ് ചൈൽഡ് ഗ്രൂമിംഗ് എന്ന പരിപാടിയെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നത്. കൗമാര പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് തന്നേക്കാൾ മുതിർന്ന ഒരു പുരുഷനോട് പ്രണയം തോന്നുന്നതും ക്രഷ് തോന്നുന്നതും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആ പ്രണയത്തെ അല്ലെങ്കിൽ അട്രാക്ഷനെ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് അവിടെ ചൈൽഡ് ഗ്രൂമിംഗ് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ല അല്ലേ? ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഒരു 15 വയസ്സുള്ള പെൺകുട്ടിക്ക് 22 വയസ്സുള്ള ഒരു ചെക്കനോട് പ്രണയം തോന്നി എന്ന് വെക്കാം. അവൾക്ക് ശരിക്കും അയാളോടുള്ള ഒരു ഇഷ്ടമായിരിക്കാം, അയാളുടെ കൂടെ ജീവിക്കണമെന്ന് തോന്നിയിരിക്കാം. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ആ പ്രായത്തിൽ തോന്നുന്ന അട്രാക്ഷനൊക്കെ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷെ ആ കുട്ടിക്ക് അയാളോട് അട്രാക്ഷൻ തോന്നി എന്നതുകൊണ്ട് മാത്രം ആ ബന്ധം ശരിയാണെന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം അവൾക്ക് 15 വയസ്സാണ്, അയാൾക്ക് 22 വയസ്സും. ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള പ്രായത്തിന് വ്യത്യാസം മാത്രമല്ലുള്ളത്, ലൈഫ് എക്സ്പീരിയൻസിന്റെ വ്യത്യാസമുണ്ട്, മെച്യൂരിറ്റിയുടെ വ്യത്യാസമുണ്ട്, ജീവിതത്തിൽ തീരുമാനം എടുക്കാനുള്ള കഴിവിന്റെ വ്യത്യാസമുണ്ട്. അവളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അയാൾ ഒരു പക്ഷെ ജോലി ചെയ്യുന്നുണ്ടാകും, സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ടാകും, ജീവിതത്തെ കുറിച്ച് കുറച്ചെങ്കിലും കൂടുതൽ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഈ രണ്ടുപേരെയും ഒരേ ലെവലിൽ നിർത്തി രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 15 വയസ്സുകാരിക്ക് ഒരാളോട് ക്രഷ് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അവൾക്ക് അത് അയാളോട് പറയാം. പക്ഷെ ഒരു 15 വയസ്സുകാരി തന്നോട് ഇഷ്ടമെന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന 22 വയസ്സുകാരൻ ആ ഇഷ്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അവൻ ആ പ്രണയത്തിന്റെ കൂടെ നിൽക്കുമോ, അതല്ലെങ്കിൽ നിപ്പം വളർന്നിട്ടില്ല, കുറച്ചുകൂടെ വളർന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ ആ പ്രണയത്തിൽ നിന്നും അവൻ മാറി നിൽക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുതിർന്ന ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അവളുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ കുട്ടിയുടെ ഇഷ്ടം ആ അപ്പുറത്തുള്ള മുതിർന്ന ഒരാൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് പ്രശ്നം. ഉദാഹരണത്തിന് അയാൾ അവളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു, അവൾ പറയുന്നത് കേൾക്കുന്നു, അങ്ങനെ വീട്ടിൽ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അയാളോട് പറയാം എന്നുള്ളൊരു കംഫർട്ട് അവൾക്ക് കിട്ടുന്നു. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അയാൾ അവളുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവൾക്ക് തോന്നി തുടങ്ങും എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ഓരോ ഒരാൾ ഇയാളാണെന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിലിപ്പോ എന്താ തെറ്റെന്ന്, അല്ലേ? പ്രശ്നമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി അവൾക്ക് അവനിൽ നിന്നും അങ്ങനെ ഒരു കംഫർട്ട് സോൺ കിട്ടിയ സാഹചര്യത്തിൽ അയാൾ പതുക്കെ അവളെ വീട്ടുകാരിൽ നിന്നും അകറ്റി തുടങ്ങുകയാണെങ്കിൽ, നിന്റെ പാരന്റ്സ് ഒരിക്കലും നമ്മളെ മനസ്സിലാക്കുന്നില്ല, അവരൊരിക്കലും നമ്മുടെ ബന്ധം സമ്മതിച്ചു തരില്ല, നീ എന്നെ മാത്രം വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അപ്പോൾ അയാൾ ആ കുട്ടിയുടെ പ്രണയം മാത്രമല്ല നേടുന്നത്, അയാൾ അവളുടെ ട്രസ്റ്റ് ആണ് നേടുന്നത്. അതും അവൾക്ക് ഇപ്പോൾ 15-16 വയസ്സ് മാത്രമുള്ള സമയത്ത്. പിന്നെ പതുക്കെ പതുക്കെ അവൾ വീട്ടുകാരെക്കാളും കൂടുതൽ അയാളോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം വിളിക്കുന്നത് ഇയാളെ ആയിരിക്കും. അവൾക്ക് വിഷമം വന്നാൽ
ആശ്വസിപ്പിക്കുന്നത് ഇയാളായിരിക്കും. അവൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് പോലും ഇയാളോട് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ അറിയാതെ തന്നെ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകും. ഇനി ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ഇയാൾ പറയുകയാണ്, നീ 18 നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. ഇത് ഞാൻ പറയുമ്പോൾ കേൾക്കുന്ന പലർക്കും റൊമാൻറ്റിക് ആയി തോന്നിയേക്കാം. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, അവളെ കാത്തിരിക്കുകയല്ലേ, അവൾ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ, 18 വയസ്സായി കെട്ടുന്നൊക്കെയല്ലേ പറയുന്നത്, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ വേറൊരു രീതിയിലൊന്ന് ചിന്തിക്കണം. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് നീ എന്റെ ഫ്യൂച്ചർ വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോഴേ ആ ഫ്യൂച്ചർ ഫിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യം എന്താണ്? അവൾക്ക് ഇപ്പോൾ 15 വയസ്സാണ്. ഇനി 3 വർഷം കഴിഞ്ഞാണെങ്കിൽ അവൾക്ക് എന്താണ് വേണ്ടതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അവളുടെ ഇൻട്രസ്റ്റ് മാറാം, അവളുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറാം, അവൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കണമെന്ന് തോന്നാം, വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നാം. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നീ എന്റേതാണ്, നമ്മൾ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണലി കമ്മിറ്റ് ചെയ്യിക്കുന്നത് എത്രത്തോളം ഫെയർ ആയിട്ടുള്ള കാര്യമാണ്? ഇവിടെയാണ് ചൈൽഡ് ഗ്രൂമിംഗ് എന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ അതിനർത്ഥം 15-16 വയസ്സിൽ പ്രണയിച്ച് എല്ലാവരും ഗ്രൂം ചെയ്യപ്പെട്ടവരാണെന്നല്ല കേട്ടോ. ആരും അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ പറയുന്നത് ശരിയല്ല. 16 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ചെക്കനോട് പ്രണയം തോന്നിയെന്ന് വെച്ചിട്ട് അയാൾ ഗ്രൂമർ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അയാൾ ആ പ്രായത്തിലുള്ള ആ പെൺകുട്ടിയുടെ ഫീലിംഗ്സ് ഉപയോഗിച്ച് അവളെ തന്നെ ഇമോഷണലി ബന്ധിപ്പിക്കുകയാണോ, അവളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തുകയാണോ, അവളുടെ ഫ്യൂച്ചർ ഇപ്പോഴേ തീരുമാനിച്ചു കൊടുക്കുകയാണോ എന്നൊക്കെ നോക്കേണ്ടി വരും. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും, ഒരു അഡൾട്ടും മൈനറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ അഡൾട്ടാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്. ഒരു 15 വയസ്സുകാരി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫീലിംഗ്സ് മുതലെടുത്ത് എനിക്കും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് അവിടെ തുടങ്ങുകയുള്ള അഡൾട്ട് ചെയ്യേണ്ടത്. നിനക്ക് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള പ്രായമായിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യും, നല്ലോണം പഠിക്കുക, എന്നിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സമയമാവട്ടെ. 18 വയസ്സായിട്ടും നിന്റെ ഉള്ളിൽ ഈ ഒരു ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം എന്നാണ് ഒരു അഡൾട്ട് അപ്പം മറുപടി പറയേണ്ടത്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അപ്പോൾ 15 വയസ്സാണ്, ജീവിതം ഇനിയും മുന്നോട്ട് കിടക്കുന്നുണ്ട്. ഇനി എൻഗേജ്മെന്റ് എന്ന കാര്യത്തിലേക്ക് വരാം. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് വെക്കുക. ഇപ്പോൾ കല്യാണം കഴിപ്പിക്കുന്നില്ല, 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അവിടെ വെറും ഒരു ചടങ്ങായി അത് തീരുന്നില്ലല്ലോ. ആ കുട്ടിയുടെ മനസ്സിൽ അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് മാറും. ഇതാണ് എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ്, ഇയാളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങും. പിന്നീട് 16 വയസ്സാകുന്നു, 17 വയസ്സാകുന്നു, ആ റിലേഷൻഷിപ്പ് തുടർന്ന് പോകുന്നു. അപ്പോഴേക്കും വീട്ടുകാർക്ക് അറിയാം, ബന്ധുക്കൾക്ക് അറിയാം, എല്ലാവരും ആ റിലേഷൻഷിപ്പ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഇൻ കേസ് 17 വയസ്സിൽ ഈ പെൺകുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന്, അങ്ങനെ അവൾക്ക് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അവൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ കഴിയുമോ? ഇത്രയും വർഷം അവൻ എനിക്ക് വേണ്ടി കാത്തതല്ലേ, എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ, വീട്ടുകാർ സമ്മതിച്ചതല്ലേ, ഇനി ഈ സമയത്ത് ഞാൻ ഈ എൻഗേജ്മെന്റിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും എന്ത് പറയും തുടങ്ങിയ ചോദ്യങ്ങളായിരിക്കും അപ്പ ആ പെൺകുട്ടിയുടെ മനസ്സിൽ വരിക. ചുരുക്കി പറഞ്ഞാൽ അവൾ പെട്ടുപോകും. അപ്പോൾ 18 വയസ്സിൽ അവൾ യെസ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും അവളുടെ ആ സമയത്ത് സ്വതന്ത്രമായിട്ടുള്ള ഡിസിഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതോ 15 വയസ്സിൽ ആ ഡിസിഷന്റെ വലിയൊരു ഭാഗം തന്നെ എടുത്തു കഴിഞ്ഞിരുന്നു? ഇതാണ് എനിക്ക് ഈ ഗ്രൂമിംഗ് എന്ന വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി തോന്നിയ കാര്യം. നമ്മൾ പലപ്പോഴും 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പെൺകുട്ടിയെ നോക്കി മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്. അവൾ അഡൾട്ടാണ്, അവളുടെ ഇഷ്ടമാണ്, അതെ അഡൾട്ടാണ്. പക്ഷേ ഈ ഇഷ്ടം രൂപപ്പെട്ടത് എപ്പോഴാണ്? അവൾ അഡൾട്ട് ആയതിനു ശേഷമാണോ അതോ അവൾ മൈനർ ആയത് മുതലാണോ? അതും കൂടി നോക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയും മാറണം. അവൾക്ക് എന്താ ബുദ്ധി ഇല്ല, അവൾ എന്താ അവന്റെ കൂടെ പോയത്, അവൾക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ 15-16 വയസ്സെന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ പ്രായമാണ്. ആ പ്രായത്തിൽ ഒരു വ്യക്തിയോട് അറ്റാച്ച്മെന്റ് തോന്നിയാൽ അത് വളരെ ഡീപ്പായിരിക്കും. ഇയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വരെ തോന്നാം. അതുകൊണ്ട് അവളുടെ ഫീലിംഗ് ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് ശരിക്കും സ്നേഹമായിരിക്കാം. പക്ഷെ ഒരു കുട്ടിക്ക് ജെന്യൂൻ ഫീലിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന അഡൾട്ടിന്റെ റെസ്പോൺസിബിലിറ്റി കുറയുന്നില്ലല്ലോ, മറിച്ച് റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അതുകൊണ്ട് ഷൈലാനയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അവൾ ഗ്രൂമിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ല. അവളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് തുടങ്ങിയെന്ന് നമുക്കറിയില്ലല്ലോ, ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞതെന്നും അറിയില്ല. 15 വയസ്സിൽ എൻഗേജ്മെന്റ് നടത്തിയത് ആരുടെ ഡിസിഷൻ ആയിരുന്നു എന്നും അറിയില്ല. അതുകൊണ്ട് അതൊന്നും അറിയാതെ അവളുടെ ഹസ്ബൻഡിനെ ഗ്രൂമർ എന്ന് വിളിക്കുന്നത് ശരിയാണെന്നും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് നടത്തുക എന്നുള്ള തീരുമാനം ശരിയാണോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അവൾക്കിപ്പോൾ 23 വയസ്സാണ്, 3 കുട്ടികളുടെ അമ്മയാണ്, സന്തോഷമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇവൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് 15 വയസ്സിൽ എൻഗേജ്മെന്റ് നടത്തിയത് ശരിയായ തീരുമാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഡിസിഷന്റെ ഔട്ട്കം ശരിയായിരുന്നു എന്നതുകൊണ്ട് ആ ഡിസിഷൻ എടുത്ത സമയത്തെ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു കുട്ടിയുടെ ചൈൽഡ്ഹുഡ് സമയത്ത് അവളുടെ വിവാഹ കാര്യം തീരുമാനിക്കുന്നത് ശരിയാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം 15 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടത്? പഠിക്കണം, നടക്കണം, കൂട്ടുകാരോടൊപ്പം കളിക്കണം, സ്വന്തം താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, അതിനനുസരിച്ച് ഭാവി മെച്ചപ്പെടുത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അവൾക്ക് ജീവിതത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത് എടുക്കാനുള്ള പ്രായവും സ്വാതന്ത്ര്യവും അവൾക്ക് കിട്ടണം. അതെല്ലാം മാറ്റിവെച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇതാണ് നിന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇന്ന് പലരും കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ താൻ 23ാമത്തെ വയസ്സിൽ ഷൈലാന 3 കുട്ടികളുടെ ഉമ്മയാണ്. ഇവരുടെ കണ്ടന്റുകളും ഇങ്ങനെയുള്ളതൊക്കെ തന്നെയാണ്. 23ാമത്തെ വയസ്സിൽ 3 കുട്ടികളുടെ ഉമ്മയായ എന്ന അഭിമാനം കൊള്ളുന്ന രീതിയിലാണ് ഇവരുടെ പല റീലുകളും എടുത്തു വെച്ചിട്ടുള്ളത്. 1-2 റീലുകൾ ഞാനിവിടെ പ്ലേ ചെയ്യാം.
കണ്ടില്ല, ആള് നന്നായി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കും. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ എടുക്കുന്നു, മറ്റേ കൈ കൊണ്ട് ജോലി ചെയ്യുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് 3 കുട്ടികളായതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഷഹരാനയുടെ കഷ്ടപ്പാട് കണ്ട് മറ്റൊരു സ്ത്രീ ഷഹരാനയുടെ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചു തരാം. ഹലോ, നിങ്ങളുടെ വ്ളോഗൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതൊരു നെഗറ്റീവ് കമന്റ് ആയി എടുക്കരുത്. പക്ഷേ നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയൊരു കാര്യമുണ്ട്. പല വീഡിയോയിലും നിങ്ങൾ 3 കുട്ടികളെയും നോക്കി 3 കുഞ്ഞിനെയും എടുത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ സഹായിക്കുന്നതായി വീഡിയോസിൽ അധികം കാണാത്തത് കണ്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി. ഒരുപക്ഷെ വീഡിയോയിൽ കാണാത്ത രീതിയിൽ അദ്ദേഹം നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ കമന്റ് തെറ്റിദ്ധാരണയിൽ നിന്നുള്ളതാണെന്ന് കരുതണം. പക്ഷേ ഒരു സ്ത്രീ കുഞ്ഞുങ്ങളെയും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെയും എല്ലാം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് സ്വന്തം ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളൊരു നോർമൽ കാര്യമായി കാണേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പുറത്തു പോയി ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ അധ്വാനം കുറയുന്നില്ല. കുഞ്ഞുങ്ങളെ നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും വലിയൊരു ജോലിയാണ്. നിങ്ങളുടെ മക്കൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ പെൺകുട്ടികൾ ആൺമക്കളും വളരുമ്പോൾ സ്ത്രീയും പുരുഷനും വീട്ടിൽ കുടുംബത്തിൽ ഒരുപോലെ ഉത്തരവാദിത്വം പങ്കിടുന്ന ഒരു മാതൃക കാണുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു നല്ല അമ്മയാകാൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയണമെന്ന് തോന്നിയത്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു സഹായിയെ വെക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഹസ്ബൻഡുമായി കുറച്ചും കൂടി ഷെയർ ചെയ്യുന്നതോ നിങ്ങളെ ഫിസിക്കലിയും മെന്റലിയും കുറച്ചും കൂടി സപ്പോർട്ടഡ് ആക്കുമെന്ന് തോന്നുന്നു. ഇതൊന്നും ജഡ്ജ്മെന്റ് ആയി എടുക്കരുത്. ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീയായി കാണുന്നു തോന്നിയ ഒരു ജെന്യൂൻ കൺസേൺ മാത്രമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്നും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. കറക്റ്റ് ആണല്ലേ കമന്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ഇങ്ങനെ വന്നൊരു കമന്റിന് ഷഹരാന റിപ്ലൈ കൊടുക്കുന്നുണ്ട്. വീഡിയോയിലൂടെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. നമുക്ക് എന്തായാലും ആ റിപ്ലൈ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഈ സഹോദരനുള്ള മറുപടി കേട്ടോ. സഹോദരനാണോ സഹോദരിയാണോ എന്ന് എനിക്കറിയില്ല. ഏതൊരു നല്ല പൊന്നുംകൂടം. ഈ പൊന്നുംകൂടമേ, ഈ പൊട്ടക്കണ്ടിലെ തവള എന്ന് പറയുന്നത്, പൊട്ടക്കണ്ടിലെ തവളക്ക് അവിടെ നിൽക്കാൻ കംഫർട്ട് ആയതുകൊണ്ടായിരിക്കും അത് അവിടെ നിൽക്കുന്നത്. അതുവിടെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞാൻ ജോലി എടുത്ത് വരുമാനം നേടി ആ വരുമാനം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. എടാ, നിന്നോടൊരു കാര്യം പറയട്ടാ. 19ാമത്തെ വയസ്സിൽ ഞാൻ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിക്കണം. വലിയ ലക്ഷക്കണക്കിന് പൈസ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഞാനായിട്ട് എൻ്റെ കാര്യങ്ങൾ ചിലവഴിക്കാനുള്ള പൈസ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെറുതായിട്ട് പൈസ ഉണ്ടാക്കുന്നുമുണ്ട്. സോ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഈ ജോലി ഡോക്ടറായി എൻജിനീയറായി അതായി ഇതായിട്ട് തന്നെയാണ് പൈസ വാങ്ങണമെന്നൊന്നുമില്ല. ഏത് ജോലിക്ക് അതിൻ്റെതായ മാന്യതയും കാര്യമുണ്ട് കേട്ടാ. എൻ്റെ മക്കൾക്ക് വേണ്ട കാര്യങ്ങളും എനിക്ക് വേണ്ട ഡ്രസ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അതൊക്കെ ഞാൻ എൻ്റെ പൈസ ഒക്കെ കഴിച്ചിട്ടുണ്ടടാ. ഞാൻ കുറേയൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ടടാ. സോ അറിയാണ്ട് ഒന്നും പറയില്ല. ഞാൻ എവിടെയും പറ്റില്ല. ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ ഞാനതൊക്കെ ആസ്വദിച്ച് ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ. കണ്ടില്ലേ, തനിക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല, താൻ സാക്രിഫൈസ് ചെയ്യുന്നൊന്നുമില്ല, താൻ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ജീവിക്കുന്നത്, ഇത് താൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ. മാത്രമല്ല 19ാം വയസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു എന്നും തന്റെ മക്കൾക്ക് വേണ്ട കാര്യങ്ങളും തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും ഡ്രസ്സും എല്ലാം ആ പൈസ കൊണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നും ഇവള് പറയുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ പാവം ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു, ഒരുപാട് കഷ്ടപ്പാട് ഈ പെൺകുട്ടി സഹിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇവള് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ കഷ്ടപ്പെടുന്നൊന്നുമില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. അത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. കാരണം ഒരാളുടെ ജീവിതം അയാൾക്ക് എങ്ങനെ ഫീൽ ആകുന്നു എന്നുള്ളത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അവൾക്ക് അവളുടെ കുടുംബം ഇഷ്ടമാണെങ്കിൽ, മക്കളോടൊപ്പം കഴിയാൻ സന്തോഷമാണെങ്കിൽ അത് അവളുടെ സന്തോഷമാണ്. പക്ഷെ അപ്പോഴും പഴയ ചോദ്യം ബാക്കിയാണ്. ഇന്ന് ഇവൾ ഹാപ്പി ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 15 വയസ്സിൽ ഇവൾ എൻഗേജ്മെന്റ് നടത്തിയ തീരുമാനം ശരിയായി മാറുമോ? ഒരു പക്ഷെ ഇന്ന് അവൾക്ക് തോന്നുന്നുണ്ടാകും, എനിക്കിതിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇതിൽ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ അതുകൊണ്ട് 15ാം വയസ്സിൽ അവളുടെ ജീവിതത്തിൽ ഇത്ര വലിയ തീരുമാനം എടുക്കാനുള്ള മെച്യൂരിറ്റി അവൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. ഇന്ന് അവൾ ഹാപ്പിയാണ്. അതെന്തുകൊണ്ടാണ്? അവൾ അവളുടെ ജീവിതവുമായി അഡ്ജസ്റ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ആവേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവളുടെ എൻഗേജ്മെന്റ് 15ാം വയസ്സിൽ തന്നെ കഴിഞ്ഞതുകൊണ്ടാണ്. അവൾക്ക് ഇനി വേറെ ചോയ്സ് ഇല്ല. ഉള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഏക വഴി. ഉള്ളത് വെച്ച് സന്തോഷം കണ്ടെത്തുക, അത് മാത്രമാണ് അവൾക്ക് മുന്നിലുള്ള ഏക വഴി. സോ അവൾ ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അവൾക്ക് മുന്നിൽ മറ്റൊരു ഫ്യൂച്ചറിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. 15ാം വയസ്സിൽ എൻഗേജ്മെന്റും 18ാം വയസ്സിൽ കല്യാണവും കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭാവി ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിലും ആ ഭാവി നല്ലതാണോ അല്ലേ എന്നൊന്നും നമുക്ക് അറിയില്ല എന്നുള്ള ചോദ്യം അവിടെ ചോദിക്കാം. പക്ഷെ അറ്റ്ലീസ്റ്റ് അവൾക്ക് ആ ഒരു ചോയ്സ് എങ്കിലും ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ്. 15ാം വയസ്സിൽ എൻഗേജ്മെന്റിലൂടെ ആ ചോയ്സ് ആണ് അവൾക്ക് നഷ്ടപ്പെട്ടത്. അവളിപ്പോൾ 3 കുട്ടികളുടെ അമ്മയാണ്. വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, മറ്റു ജോലികൾ ചെയ്യുന്നു. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരാൾ സ്വയം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിതവും ചെറുപ്പത്തിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതാക്കി കൊടുക്കുന്ന ജീവിതവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ചിലപ്പോൾ നമ്മൾ ഒരാളെ നോക്കി പറയും, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ ഹാപ്പി ആണല്ലോ, അവൾ തന്നെ പറയുന്നുണ്ടല്ലോ ഇത് അവൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഡിസിഷൻ അവിടെ അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൾ ഇപ്പോൾ ഹാപ്പി ആയിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം, അവൾക്ക് അന്ന് വേറെ ചോയ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു ചോദ്യം. രണ്ടും കൂടി നോക്കിയാലേ ഈ വിഷയത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഒരു പെൺകുട്ടിക്ക് ഇന്ന് ആ ജീവിതം ഇഷ്ടമാണ് എന്നതുകൊണ്ട് അവളുടെ ചൈൽഡ്ഹുഡിൽ ആ ജീവിതം തീരുമാനിച്ചത് ശരിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് എന്റെ പോയിന്റ്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.